ഡൈനോസറുകളുടെ നാശം ഭൂമിയിലെ ജീവന്റെ അവസാനമല്ലായിരുന്നു, അത് പുതിയൊരു തുടക്കമായിരുന്നു. ചെറിയ ജീവികൾ, പുഴുക്കൾ, കീടങ്ങൾ, ചില ചെറു സസ്തനികൾ, അവയിൽ ചിലത് പിന്നെയും നിലനിന്നു. അവയാണ് ഭൂമിയുടെ അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. ഡൈനോസറുകളുടെ രക്തത്തിൽ നിന്നാണ് പക്ഷികൾ പിറന്നത് എന്നാണ് വിശ്വാസം. ചിറകുകൾ വളർന്ന് പറക്കാനുള്ള കഴിവ് അവയ്ക്ക് ലഭിച്ചു. ഇന്ന് ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ ആ ഭീമന്മാരുടെ വംശാവലി തന്നെയാണ്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതി ഒരിക്കലും നിശേഷം ഇല്ലാതാകുന്നില്ല, അവൾ രൂപം മാറ്റി വീണ്ടും പ്രവർത്തനം തുടങ്ങും എന്നത് തന്നെയാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമി വീണ്ടും ശാന്തമായി. പൊടിപടലങ്ങൾ കുറഞ്ഞപ്പോൾ സൂര്യന്റെ വെളിച്ചം വീണ്ടും ഭൂമിയെ തൊടാൻ ആരംഭിച്ചു. മഴ പെയ്തു. പാറകളുടെ ഇടയിൽ പുതിയ പച്ചപ്പ് മുളച്ചു. ചെറിയ മൃഗങ്ങൾ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ജീവന്റെ ആരംഭം വീണ്ടും തുടങ്ങി, പുതിയ രൂപത്തിൽ, പുതിയ വംശങ്ങളിൽ.